സ്തനാർബുദത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും പൊതുവെ ജനം അറിഞ്ഞിരിക്കേണ്ടത് 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഇതിൻ്റെ ലക്ഷണങ്ങൾ, രണ്ടാമത്തത് ഇതിൻ്റെ രോഗനിർണയം ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്യാം, 3 ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെ. അതിൽ ആദ്യത്തെ ലക്ഷണങ്ങൾ, 1 മാറിലുണ്ടാകുന്ന മുഴ, കല്ലിപ്പ്, തടിപ്പ്, പിന്നെ മാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വേദന, മാറിൻ്റെ ആകാരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നിപ്പിളിലുണ്ടാകുന്ന വ്രണം, ചോരയോ നീരോ നിപ്പിളിൽ നിന്ന് വരിക, നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുക തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ കക്ഷത്തിലുള്ള കഴലകൾ, ബ്രസ്റ്റിൻ്റെ തൊലിയിലുണ്ടാകുന്ന നിറവ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളാണ്. ശരിയായ രോഗനിർണയം എപ്പോഴും ട്രിപ്പിൾ ടെസ്റ്റിലൂടെ ആയിരിക്കണം. ട്രിപ്പിൾ ടെസ്റ്റിൽ 3 കാര്യങ്ങൾ ഒരു ക്രമത്തിൽ വേണം ചെയ്യാൻ. അതിൽ ആദ്യത്തത് ഡോക്ടറുടെ പരിശോധന, ശാരീരിക പരിശോധന ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് സ്കാനിങ് എന്ന് പറയുമ്പോൾ പ്രായമനുസരിച്ച് മാമോഗ്രാമും അൾട്രാസൗണ്ട് സ്കാനും വരും. മൂന്നാമത്തത് നീഡിൽ ബയോപ്സി എന്ന് പറയുന്നത് കോർ നീഡിൽ ബയോപ്സി ആയിരിക്കണം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്. 3 ചികിത്സാ രീതികളുണ്ട്. ശസ്ത്രക്രിയ, കീമോതെറാപ്പി തുടങ്ങിയ മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സ, 3 റേഡിയേഷൻ തെറാപ്പി. ഈ 3 ചികിത്സകൾ ഏത് ക്രമത്തിൽ ചെയ്യണം എന്നുള്ളത് ഓരോ പേഷ്യൻറ്റിൻ്റെയും അസുഖത്തിൻ്റെ സ്റ്റേജ്, ട്യൂമറിൻ്റെ ബയോളജി അഥവാ ജൈവ സ്വഭാവം, ഈ 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും.